نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന നിക്കാഹിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് അഥവാ സത്യവിശ്വാസികൾ അവര് നിയമങ്ങളെ നിയമങ്ങളായി കാണുന്നവരാണ്. ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് വന്നാലും ദീനിനെതിരായിട്ട് അവർ പ്രവർത്തിക്കൂല. അള്ളാഹു എന്നെയും നിങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പറയാനും കേൾക്കാനും എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ രസമാണ്. പക്ഷെ ദീനിനെ നെഞ്ചോട് ചേർക്കുക എന്നുള്ളത് മുവഫ്ഫഖുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. തൗഫീഖ് നൽകപ്പെട്ടവർ, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രത്യേകം ഭാഗ്യം ലഭിച്ചവർ, അവരാണ് വിജയികൾ. അവർക്കുള്ളതാണ് സ്വർഗം. ദുനിയാവിന്റെ രസങ്ങളും ഇവിടത്തെ സുഖങ്ങളും അല്ലല്ലോ ജീവിതം. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അതാ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ദീനിന്റെ നിയമങ്ങൾ വലിയ ഭാരമായി തോന്നാനുള്ള കാരണം ഇഷ്ടം ദുനിയാവിനോടായതുകൊണ്ടാണ്. മനസ്സിൽ കടന്ന് കളിക്കുന്നതും ദുനിയാവിലെ ജീവിതത്തിന്റെ പ്രൗഢിയുള്ള സെറ്റപ്പാണ്. ആഖിറം ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു സൂചിപ്പിച്ചത് വലൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ആഖിറമാണ് ഏറ്റവും നല്ലതും എന്നെന്നും ബാക്കിയാവുന്നതും എന്ന് പറഞ്ഞാൽ ദുനിയാവ് നല്ലതിനല്ല. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ. കളിതമാശയാണ്. നിങ്ങൾ ആവശ്യങ്ങൾ ഇവിടെ പൂർത്തിയാക്കിക്കോളിൻ, പക്ഷെ ലക്ഷ്യം മറന്നുകൊണ്ടാവരുത്. അത് ഇന്നോ നാളെയോ അവസാനിക്കും ചെയ്യും. അത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതനായിട്ട് അവസാനിച്ചാൽ വലിയ ഭാഗ്യം.
നിയമങ്ങൾ പാലിക്കാതെ അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും മാറ്റിവെച്ചുകൊണ്ട് നിമിഷ നേരത്തേക്കുള്ള സുഖത്തിനു വേണ്ടിയാണെങ്കിൽ തീർന്നു, പരാജയപ്പെട്ടു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. കല്യാണവുമായി ബന്ധപ്പെട്ടും സത്യവിശ്വാസികൾ എന്ന് പറയുന്ന നമ്മൾ ഇപ്പോഴും മനസ്സിന്റെ രസങ്ങളെ, നാട്ടുനടപ്പുകളെ, ആളുകളെ മുന്നിലുള്ള അഭിനയത്തെ അങ്ങനെയാ കാണുന്നത്. ശരിയല്ല. തിരുത്തേണ്ടത് ഇപ്പറയുന്ന ഞാനും നിങ്ങളും തിരുത്തിയേ പറ്റും. കാരണം നമ്മളെല്ലാം യാത്രയാവുന്നത് ഉടമസ്ഥന്റെ ദർബാറിലേക്കാണ്, അള്ളാഹുവിന്റെ കോടതിയിലേക്കാണ്. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അവസാനമായി വന്ന ആയത്ത് ഇതാണ് എന്നാ പ്രബലമായ അഭിപ്രായം. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളിൻ. എന്ത് കളി കളിക്കുമ്പോഴും, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചോളിൻ. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസം, നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം, നിങ്ങൾക്ക് അല്ലാഹു തന്ന ജീവിതവും സൗകര്യവും ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം. മറുപടിക്ക് തയ്യാറായിക്കോളെ, കണക്ക് കൂട്ടി വെച്ചോണിൻ. തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. ഓരോരുത്തരും ദുനിയാവിൽ എന്താണോ എങ്ങനെയാണോ ചെയ്തത്, ജീവിച്ചത്, അതിനനുസരിച്ച് കൃത്യമായി നൽകപ്പെടും. സഹതാപം പ്രതീക്ഷിക്കണ്ട, അവിടെ എന്തെങ്കിലും ദയ പ്രതീക്ഷിക്കണ്ട, അക്രമം ചെയ്യൂല. എന്ത് ചെയ്തോ അതിന് കൃത്യമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദത്തായിട്ട് ഇസ്ലാം പരിഗണിക്കുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് ഇസ്ലാം പരിഗണിക്കുന്ന നിക്കാഹ് കർമ്മത്തെ ആഖിറത്തിലേക്ക് മടങ്ങുമ്പം അള്ളാഹുവിന്റെ മുമ്പിൽ പറയേണ്ടി വരും എന്ന ചിന്തയോടെ നടത്തിക്കോളിൻ, നടത്തിച്ചു കൊടുത്തോളെ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. നിക്കാഹുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇണകളെ തെരഞ്ഞെടുക്കുമ്പം ആരെ തെരഞ്ഞെടുക്കണം? ഇണകൾ എന്ന് പറഞ്ഞാൽ പുതിയ പെണ്ണെ നോക്കുമ്പോഴും പുതിയ പെണ്ണിനെ നോക്കുമ്പോഴും ആദ്യമായി അവിടെ നമ്മൾ കാണേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? അഹ്ലിയത്ത് എന്താണ്? ദീനുൽ ഇസ്ലാമിന്റെ ഉലമാക്കൾ ഇജ്മാഅൻ എഴുതി, ഐക്യകണ്ഠേന, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒന്നാമതായി പരിഗണിക്കേണ്ടത് ആ പുതിയാപ്പുറന്റെയും പുതിയ പെണ്ണിന്റെയും അഖീദയാണ്, ആദർശമാണ്. എന്ന് പറഞ്ഞാൽ പുതിയാപ്പുള മുസ്ലിമാണോ പുതിയ പെണ്ണ് മുസ്ലിമത്താണോ എന്നാവണം ആദ്യം നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലത്ത്. കാരണം വേഷത്തിൽ ചിലപ്പോൾ മുസ്ലിം ഉണ്ടാവും, കോലത്തിലും വർത്തമാനത്തിലും മുസ്ലിം ഉണ്ടാവും, എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ കണിക പോലും ഉണ്ടാവില്ല. അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആശയാദർശം എന്തെങ്കിലും അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ മുസ്ലിമായിട്ട് അംഗീകരിക്കൂല. അവർ നമ്മളുടെ മക്കൾക്ക് ഇണകളായി പാടുള്ളതല്ല. ഒരാളെങ്ങനെ സ്വീകരിച്ചാൽ ആ നിക്കാഹ് ബാത്തിലാണ്, അവർ ചെയ്യുന്നത് സിനയാണ്, അവൾക്കുണ്ടാകുന്ന മക്കള് വ്യഭിചാരത്തിന്റെ കുട്ടികളാണ്. സൂക്ഷിച്ചോളെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്നത് 4 കാര്യങ്ങളാണ്. തുൻകഹുൽ മർഅതു ലിഅർബഅ ലിമാലിഹ, പണം നോക്കും, നോക്കണ്ടെന്നൊന്നും പറയുന്നില്ല. വലിജമാലിഹ, സൗന്ദര്യം നോക്കും, നോക്കിക്കോളിൻ. വലിഹസബിഹ, കുടുംബ മഹിമ നോക്കും, നോക്കിക്കോളിൻ. വലിദീനിഹ, ദീനും നോക്കും. ഇത് 4 പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, ഫസ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള ഇണകളെ സെലക്ട് ചെയ്തോളിൻ. കാരണം ദീൻ ഉണ്ടെങ്കിലേ നിക്കാഹ് സഹീഹാവൂ, ഇല്ലെങ്കിൽ ബാത്തിലാണ്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനോടല്ലാതെ നിങ്ങൾ കൂട്ടുകൂട്ടരുത്. പുതിയാപ്പളയും പുതിയ പെണ്ണുമാണ് ഏറ്റവും വലിയ സാഹിബും സാഹിബത്തും. ഈ 2 പേരും ഒന്നാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് 2 പേരും മുസ്ലിമാവുക, മുഅ്മിനാവുക എന്നുള്ളതാണ്. എങ്കിൽ ശിർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം നാമധാരി, പെണ്ണിന്റെ ഉപ്പയല്ല, ചെക്കന്റെ ഉപ്പയുമല്ല, നമ്മൾ തെരഞ്ഞെടുക്കുന്ന പുതിയാപ്പള, അല്ലെങ്കിൽ നമ്മൾ ആൺമക്കൾക്ക് വേണ്ടി നമ്മൾ നോക്കുന്ന പെണ്ണ്, ഇവര് വ്യക്തിപരമായി ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് തുടരുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരാണ്,
അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവരാണ്, അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ ആശ്രയിക്കുന്നവരാണ്. ആ തരത്തിൽ അവരുടെ ഈമാൻ ദുൽമ് കൊണ്ട് മലീമസമായിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടും നമ്മളെ മക്കൾക്ക് ഇണകളായി പാടുള്ളതല്ല. ആ ബന്ധം ബാത്തിലാണ്. എന്തുകൊണ്ടാ തെളിവ്? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ലാഹുന്ന ഹില്ലുൻ ലഹും വലാഹും യഹില്ലൂന ലഹുൻ. നിങ്ങൾ അവർക്കും അനുവദനീയമല്ല, അവർ നിങ്ങൾക്കും അനുവദനീയമല്ല. അങ്ങനെയാണെങ്കിൽ ശിർക്കുമായിട്ട് ബന്ധപ്പെട്ട ഇണകളുടെ കല്യാണത്തിന്റെ കഥ, ഒരാൾ കല്യാണം കഴിച്ചു, നേരത്തെ കഴിച്ചു, അന്ന് ജാഹിലാണെന്നും അറിയില്ല. പിന്നെ ഞാൻ മനസ്സിലായത് ഭാര്യ ശിർക്ക് ചെയ്യുന്നവളാണ്, അല്ലെങ്കിൽ ഭർത്താവ് ശിർക്ക് ചെയ്യുന്നവളാണ് എന്നെപ്പോഴാണോ ബോധ്യപ്പെടുന്നത്, ആ സെക്കൻഡിൽ ആ നിക്കാഹ് ബാത്തിലാണ്. ആ നിക്കാഹ് ബാത്തിലാണ്. പിന്നങ്ങോട്ട് തുടരൽ അനുവദനീയമല്ല. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാഹുന്ന ഹില്ലുൻ ലഹും, ഇനി അവർ നിങ്ങൾക്ക് അനുവദനീയമല്ല. വലാഹും യഹില്ലൂന ലഹുൻ, ആ ആൺകുട്ടികൾ ഈ പെണ്ണിനും ഹലാലല്ല. കാരണം ശിർക്ക് വന്ന് അവളെ ബന്ധം ബാത്തിലായി. എത്ര പേരുണ്ടാവും ദുനിയാവിൽ വിഭജിച്ച് ജീവിക്കുന്നവർ? കാര്യം നിസ്സാരമല്ല. അത് ഈ കാലത്ത് അങ്ങനെയല്ല പറയാമോ? പിന്നെ ദീൻ ഏത് കാലത്ത് പറയാനുള്ളതാണ്? ദീനിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പം തിരുത്താനുള്ളതാണ്? ദീൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്, പ്രസംഗിച്ച് കളയാനുള്ളതല്ല. ഖുർആനിന്റെ ആയത്തുകള് അമൽ ചെയ്യാനുള്ളതാണ്, പുസ്തകം എഴുതാനുള്ളതല്ല. എന്റെ ഭാര്യ ശിർക്ക് ചെയ്യുന്നവളാണ് എന്ന് ബോധ്യപ്പെടലോടെ എനിക്ക് ആ പെണ്ണ് ഹറാം, എന്റെ റബ്ബ് അനുവദിക്കുന്നില്ല. ഇനി എന്റെ പുതിയാപ്പിള ശിർക്ക് ചെയ്യുന്നവനാണ്, ഇനി അവൻ എന്റെ ഭർത്താവല്ല. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ, വലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്, അൽ മുശ്രികാത്ത്, ശിർക്ക് ചെയ്യുന്ന പെണ്ണിനെ. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ചരട് കെട്ടിയാ മതി. ഈ ചരട് എന്റെ രോഗം മാറ്റുമെന്ന വിശ്വാസത്തിൽ ആ പെണ്ണിന്റെ കയ്യിൽ ഒരു ചരടുണ്ടെങ്കിൽ, അവൾ ദർഗയിൽ ചെന്നിട്ട് നേർച്ചയാക്കുന്നവളാണെങ്കിൽ, അവൾ ഖബറിന് സുജൂദ് ചെയ്യുന്നവളാണെങ്കിൽ, അവൾ സിയം വലിയുള്ളാനെ വിളിച്ചിട്ട് തേടുന്നവളാണെങ്കിൽ, ലാ തൻകിഹു, അവളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. എന്തുകൊണ്ട്? എന്റെ ദാത്തിൽ ശിർക്ക് ചെയ്തിട്ട് പുറത്തു പോയ പെണ്ണാണ് അവൾ, നിങ്ങൾക്ക് പറ്റൂല. ഹത്താ യുഅ്മിന്ന, മുഅ്മിനാകുന്നവരെ ഇനി ഉൾക്കൊണ്ട് തൗബ ചെയ്തു, തൗഹീദിലേക്ക് തിരിച്ചു വന്നു, കെട്ടിക്കോളെ. വലഅമതുൻ മുഅ്മിനതുൻ ഖൈറും മിൻ മുശ്രിക വലൗ അഅജബത്കും, ഒരു അടിമപ്പെണ്ണ്, വലഅമതുൻ മുഅ്മിന, ഈമാനുള്ള തൗഹീദുള്ള ഒരു അടിയാത്തി, അവളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കല്യാണം കഴിക്കാൻ. ആരേക്കാൾ? ശിർക്ക് ചെയ്യുന്ന കുലസ്ത്രീയേക്കാൾ. വലൗ അഅജബത്കും, അവളെ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും ശരി, ശിർക്കുണ്ട്, എന്റെ റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കാത്തവളാണ്, നീ ഭാര്യയായി കൊണ്ടുനടക്കാൻ പറ്റൂല. ഖുർആന്റെ നസ്സാണ്. പിന്നെ എങ്ങനെ കല്യാണം കഴിക്കുക? ഇത് പ്രസംഗിക്കുന്നവനും ഇത് അറിയുന്നവനും ഇപ്പോഴും പുതിയ പെണ്ണ പരതുന്നത് ഇത് നോക്കിയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ പൈസ, തറവാട്, ഗെറ്റപ്പ്, ജോലി, സൗകര്യങ്ങള്, അതിനപ്പുറത്തയാൾ അള്ളാഹുവിനോടുള്ള ഹക്കിനെ ബാത്തിലാക്കിയവനാണ്, മുഅ്മിന് ചേരാൻ പറ്റൂല. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താ അറിയോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു അടിമപ്പെണ്ണുണ്ട്. അവളെ എന്തോ പറഞ്ഞപ്പോഴോ ചെയ്തപ്പോഴോ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു, മുഖത്തൊരടി കൊടുത്തു. അടിച്ചതിന് ശേഷം സങ്കടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു, യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ വിളിപ്പിച്ചു, ആ അടിയാത്ത പെണ്ണിനെ വിളിപ്പിച്ചു. ഇത് ചോദിച്ചു, തസൂമു, ആ പെണ്ണിനെ പറ്റി ചോദിച്ചു, എങ്ങനെയാ പെണ്ണ്, വിശ്വാസം എങ്ങനെയാ? അപ്പൊ അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തസൂമു, നോമ്പെടുക്കാറുണ്ട്, വതുസല്ലി, കൃത്യമായി നിസ്കരിക്കാറുണ്ട്, വതുഹ്സിനുൽ വുദൂഅ, നന്നായിട്ട് വുദൂ ചെയ്യാറുണ്ട്. ഇതെല്ലാം പെണ്ണും ചെയ്യും. ഇത് മദ്രസയിൽ ഫിഖ് പഠിച്ച എല്ലാ പെണ്ണും ചെയ്യും. അടുത്ത കേട്ടോളൂ, വതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്. മർമ്മം, വതശ്ഹദു, അവൾ അല്ലാഹുവിന് ഷഹാദത്ത് കൊടുത്തവളാണ്.
അവൾ അള്ളാഹുവിനോട് കരാറിൽ ഒപ്പുവെച്ചവളാണ്. രണ്ട് കാര്യത്തിൽ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ നീ മാത്രമാണ് എന്റെ ഇലാഹ്, നീ അല്ലാത്തൊന്നിനെയും ആശ്രയിക്കുന്ന പരിപാടിയേയില്ല. വ അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ് ഹാദിഹി മുഅ്മിന, ഹാദിഹി മുഅ്മിന, നീ പറഞ്ഞ അടിയാത്തി മുഅ്മിനത്താണ്, തൗഹീദുള്ളവളാണ്, ആദർശബോധമുള്ളവളാണ്, വെറുതെ കളയേണ്ടവളല്ല. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എങ്കിൽ ഞാൻ ആ പെണ്ണിനെ മോചിപ്പിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. അദ്ദേഹം കല്യാണം കഴിച്ചു. ആൾക്കാര് പറയാൻ തുടങ്ങി, അന്നും ഇന്നും ആൾക്കാരങ്ങനെ തന്നെ, ആൾക്കാര് പറയാൻ തുടങ്ങി, അഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു റവാഹക്ക് ഒരു അടിമപ്പെണ്ണില്ല കല്യാണം കഴിക്കാൻ കിട്ടിയത്. ഇവിടെ ഖുറൈശികൾ വേറെ ആരും ഇല്ലായിട്ടോ. ഇത്ര വലിയ തറവാട്ടുകാരൻ, ഇത്രയും വലിയ പേരും പെരുമയുള്ള ഒരാള് ഒരു അടിമപ്പെണ്ണില്ല കല്യാണം കഴിച്ചത്. ഇത് ആൾക്കാര് പറയാൻ തുടങ്ങി. അർശിൽ നിന്നും അല്ലാഹു ആയത്തിറക്കി, വലാ തൻകിഹുൽ മുശ്രികാത്ത്, ശിർക്ക് ചെയ്യുന്ന പെണ്ണ് എത്ര തലപ്പത്തുള്ളവളാണെങ്കിലും കെട്ടിപ്പോവരുത്. വല അമതുൻ മുഅ്മിനതുൻ ഖൈറും മിൻ മുശ്രിക, ശിർക്ക് ചെയ്യുന്ന പെണ്ണിനേക്കാൾ ഈ അടിമ പെണ്ണ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിറക്കിയത്. അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം നടക്കുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദീനാണ്, അഖീദയാണ്. പിന്നെ അള്ളാഹു പറഞ്ഞു, വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനു, നിങ്ങളുടെ പെൺമക്കളെ ശിർക്ക് ചെയ്യുന്നവന് ഭാര്യയായിട്ട് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാനും പാടില്ല, ഇതുവരെ ഹത്താ യുഅ്മിനു, അവൻ തൗഹീദിലേക്ക് തിരിച്ചു വരുന്നത് വരെ. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അഖീദ. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവർ, ഇനി ശിർക്ക് മാത്രമാണോ ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത്? അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും പുറത്താവാൻ ശിർക്ക് മാത്രമാണോ കാരണമാവുന്നത്? അല്ല. നമ്മൾ നവാഖിദുൽ ഇസ്ലാം ഇവിടെ പഠിച്ചതാണ്. നവാഖിദുൽ ഇസ്ലാമിലെ 10 കാര്യങ്ങളിൽ ഒന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ കളവാക്കുന്നവൻ അഹ്ലുസുന്നക്ക് പുറത്താണ്. അവരിൽപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലുള്ള ഖാദിയാനികൾ. മടക്കേരിക്കാർക്ക് ഖാദിയാനെ പറ്റി കൂടുതൽ പറഞ്ഞേണ്ട കാര്യമില്ല, അറിയായിരിക്കും. ഖാദിയാനികൾ മുസ്ലിമല്ല, മുസ്ലിമല്ല, അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ല. അല്ലാഹുവിനെ വെല്ലുവിളിച്ചവർ, ഖുർആൻ നിഷേധിച്ചവർ, മുഹമ്മദ് മുസ്തഫയുടെ സുന്നത്തിനെ കൊന്നുകളഞ്ഞവർ കോലത്തിൽ മുസ്ലിമായിരിക്കും. പള്ളി ഉണ്ടാവും, മദ്രസ ഉണ്ടാവും, ബാങ്ക് വിളിക്കുന്നുണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുന്നുണ്ടാവും, എങ്കിലും ഫഹും കുഫാറുൻ കസ്സാബ്, കള്ളന്മാരും കാഫിറുകളുമാണ്, അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ല. എന്തുകൊണ്ട്? ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. അവർക്ക് തൗഹീദിൽ പ്രശ്നമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ടാവും, ചിലപ്പോ 5 നേരം നിസ്കരിക്കുന്നുണ്ടാവും, ചിലപ്പോ 5 വഖ്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മടക്കേരി മുഴുവനും കേൾക്കുന്ന ശബ്ദത്തിൽ ബാങ്ക് വിളിക്കുന്നുണ്ടാവും. എവിടെയാ പറ്റിയെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖത്മുൻ നുബുവ വിശ്വസിക്കുന്നതിൽ പാളിപ്പോയി. മുഹമ്മദുർ റസൂലുള്ളാഹ് മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. അതാണ് ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, അവസാനത്തെ നബിയും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ലാ നബിയ്യ ബഅദഹ്, തങ്ങൾക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല, വരികയുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ വന്നാലോ അവൻ കള്ളനാണ്. അവൻ ചെയ്ത ഒന്നാമത്തെ തെറ്റ് അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു. എന്താ കളവ്? അല്ലാഹു പറയുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, ഇവര് പറയുന്നു അല്ല, മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറയുന്നതിനേക്കാളും ഏറ്റവും വലിയ വാലിമാരുണ്ട്, പിഴച്ചവനാരുണ്ട്. ആ ഒറ്റ വാദത്തിൽ ഇസ്ലാം ഒന്ന് ഔട്ടായി. പിന്നെ മുസ്ലിം അല്ല. താടിയുണ്ടാവും, നിസ്കാര ടേമുണ്ടാവും, തൊപ്പിയുണ്ടാവും, ബിരിയാണിന്റെ മുകളിൽ കണങ്കാലിന്റെ മുകളിൽ വരെ ഉണ്ടാവും വസ്ത്രം. മുസ്ലിം മുസ്ലിമല്ല എങ്കിൽ ആ വിശ്വാസം പേറുന്ന പുതിയാപ്പിള നമ്മുടെ മക്കൾക്ക് പറ്റൂല. ആ വിശ്വാസം പേറുന്ന പെണ്ണ് നമ്മളെ മക്കൾക്ക് പറ്റൂല. എന്തുകൊണ്ട്? ഇസ്ലാം ഔട്ടാണ്.
ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ അവസാനത്തെ നബിയാണ്. ഇവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അഖ്ബാറിനെ തക്ദീബ് ചെയ്തവനാണ്. റസൂലുള്ളാഹി അറിയിച്ചെന്നൊരു സത്യത്തിനെ കളവാക്കിയവനാണ്. അതോടെ ഷഹാദത്ത് ബാത്തിലായി, ഇസ്ലാം നിന്ന് പുറത്തായി. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, അങ്ങനെ ആരെങ്കിലും അഥവാ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ, മടിക്കേരിയിലെ ഒരു മുസ്ലിമത്തായ പെണ്ണ്, ഉദാഹരണം പറയാം, മുസ്ലിമത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച പെണ്ണ്, ശിർക്കാണെങ്കിലോ ചർച്ചയില്ല. ശിർക്ക് ചെയ്ത പെണ്ണാണെങ്കിൽ അവള് മുസ്ലിമത്തല്ല, ചർച്ചയില്ല. തൗഹീദുള്ള പെണ്ണാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ, അവളെങ്ങാനും ഏതെങ്കിലും ഒരു ഖാദിയാനി ചെക്കനെ കല്യാണം കഴിച്ചാൽ ആ നിക്കാഹ് ബാത്തിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം സിനയിലാണ്, വ്യഭിചാരത്തിലാണ്. അവർക്കുണ്ടാകുന്ന മക്കൾ വ്യഭിചാര ജാലസന്തതികളാണ്. മാതാപിതാക്കൾ സൂക്ഷിച്ചോടെ. അവസാനം വന്ന് കരുതിയിട്ട് കാര്യം ഉണ്ടാവില്ല. മക്കൾ വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. പ്രേമിക്കാനും ലവ് ചെയ്യാനും ലവ് പഠിപ്പിക്കാനും പ്രേരിപ്പിക്കാനും ആളുകളുണ്ടാവും. ചിലപ്പോ ഇന്നത്തെ ദുനിയാവിൽ മക്കൾക്ക് ലോ അഫെയർ ഉണ്ടെങ്കിൽ അതൊരു ഇസ്സത്തായി കാണുന്ന മനുഷ്യന്മാരും ഉണ്ടാവും. അതൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ഒരു ബോധമില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവും. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിരിക്കും, ഒരു പക്ഷേ ഇന്ന് വല്ലാണ്ട് സുഖിക്കും. അധികം വൈകാതെ ഒരു ദിവസം വരാറുണ്ട്, കണ്ണീരിന് പകരം ചോരത്തുള്ളി കൊണ്ട് കരയേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ആ വിവാഹം ബാത്തിലാണ്. അങ്ങനത്തെ മംഗളത്തിന് വിളിച്ചാലോ? പോയിക്കൂടാ. എന്തുകൊണ്ട് പോയിക്കൂടാ? അസ്ലിയായ കാഫറിന്റെ മംഗളത്തിന് പോവാ. അവർ തരുന്ന ഭക്ഷണവും കഴിക്കാം, നജസില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അല്ലെങ്കിൽ പന്നിയോ മറ്റോ അല്ല, ശവത്തിന്റെ ഇറച്ചിയല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അത് ഇവന്റെ മംഗളത്തിന് പോയിക്കൂടാ. കാരണം എന്താ അറിയോ? ബഹിഷ്കരണം ആവശ്യമാണ്. എന്തുകൊണ്ട്? മറ്റുള്ളവന്റെ കണ്ണിൽ ഇവൻ മുസ്ലിമാണ്. ആരാം പുറത്തുനിന്ന് നോക്കുമ്പോൾ രണ്ട് മുസ്ലിമുകൾ തമ്മിൽ കല്യാണം. പക്ഷെ നമുക്ക് സത്യം അറിയാം. നമുക്ക് സത്യം അറിയുന്നതിനോടൊപ്പം മുഹമ്മദ് മുസ്തഫാന്റെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഇബാദത്തിനെ ഇത്ര മോശമായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മളൊരു പങ്കാളിയായാൽ മറ്റുള്ളവന് ഇവൻ പോയിട്ടുണ്ടോ, എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നിപ്പോവും. ആ വാതിലടക്കണം. ഇത് എന്തപ്പോ ഇവരൊന്നും മംഗളത്തിന് വരാത്തത്? അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ബഹിഷ്കരണം നിർബന്ധമാണ്. ആ നിക്കാഹ് ബാത്തിലാൻ, ഹറാമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പുതിയാപ്പിള സെലക്ട് ചെയ്യുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ശ്രദ്ധിച്ചോളണം. ഒന്ന്, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വഖുലുഖഹു. നിങ്ങളോട് നിങ്ങളുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി ഒരു ചങ്ങായി വന്നിട്ട് ചോദിച്ചു, നിങ്ങളെ മോളെ എനിക്ക് ഭാര്യയാക്കി തരുമോ? അവന്റെ ദീനും അവന്റെ ഖുലുഖും, ഒന്നവന്റെ തൗഹീദ് ഓക്കെയാണെന്ന് ബോധ്യപ്പെട്ടു. രണ്ടവന്റെ അഖ്ലാഖ്, സ്വഭാവശുദ്ധി. അതെങ്ങനെ അറിയാൻ പറ്റും? അന്വേഷിക്കണം. ഓന്റെ നാട്ടിൽ പോകണം, ഓന്റെ അയൽവാസിയോട് ചോദിക്കണം, ഓന്റെ നാട്ടുകാരോട് ചോദിക്കണം, അവിടുത്തെ ഖാദിയോട് ചോദിക്കണം. ആളെങ്ങനെ, സ്വഭാവം ഓക്കെയാണ്. നിങ്ങൾക്ക് ഇത് രണ്ടും ഉറപ്പായാൽ മോളെ കെട്ടിച്ചെടുത്തേക്കണം. അല്ലപ്പോ പൈസ ഇല്ല, പൈസ കൊടുക്കലും കൊടുക്കാണ്ടിരിക്കലും ഉടമസ്ഥന്റെ ജോലിയാണ്. പൈസ ഉള്ളവനായതുകൊണ്ട് പ്രത്യേകിച്ച് ഖൈർ ഉണ്ടാവാനില്ല, ഇല്ലാത്തവനായതുകൊണ്ട് പ്രത്യേകിച്ച് ഷർറ് ഉണ്ടാവാനില്ല. റിസ്ഖ് അള്ളാഹുവിന്റെ കൈമലാണ്. നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. അത് വലിയ ഫിത്നക്കും ഫസാദിനും കാരണവും. ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ആ വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങനെ പൈസയും പ്രൗഢിയും സൗന്ദര്യവും മാത്രം നോക്കിയിട്ട് പെൺകുട്ടികളെ കൊടുക്കാൻ നിന്നാൽ നിങ്ങളെ മക്കൾ വീട്ടിലിരിക്കും, അധികം മക്കളും വീട്ടിലിരിക്കും. പൈസക്കാർക്ക് മാത്രമേ കല്യാണം നടത്താൻ പറ്റുള്ളൂ, ബാക്കിയുള്ള വീട്ടിലാവും. മനുഷ്യന്റെ ശഹവത്തിനൊരു പരിധിയില്ലേ? ശഹവത്ത് പിടിച്ചു വെക്കുന്നതിന് പരിധിയില്ലേ? ഈ ആണും പെണ്ണും ചിലപ്പോൾ ഹറാമിലേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് വെറും ശാരീരിക ബന്ധം മാത്രമല്ല, കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ എന്തുവാവാം. അള്ളാഹു കാക്കട്ടെ. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്റെ പെൺകുട്ടികളെ കല്യാണം ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. എന്റെ മോളെ കെട്ടാൻ ആഗ്രഹം പഠിപ്പിച്ച് കുറെ ആൾക്കാർ വരുന്നുണ്ട്.
ഞാൻ ആർക്കാ കെട്ടിച്ചു കൊടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മടിക്കേരിയിലെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടോ നോക്കിക്കോളെ. ഉണ്ടെങ്കിൽ നല്ല പെൺമക്കളുടെ ഉപ്പമാര് അവരെ സെലക്ട് ചെയ്തോളി. ആ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് നീ സെലക്ട് ചെയ്യുന്നത് മിമ്മൻ യത്തഖില്ലാഹ്, ജീവിതം തഖ്വയോടെയാണോ എന്ന് ശ്രദ്ധിക്കുക. ആ ചെറുപ്പക്കാരന്റെ തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി, അള്ളാഹ് പറഞ്ഞ പോലെ അള്ളാഹ് നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തഖ്വയുണ്ടെങ്കിൽ. രണ്ടാമത്, കാരണം തഖ്വയുണ്ടെങ്കിൽ ഫഇൻ അഹബ്ബഹാ അക്റമഹാ, ആ പെണ്ണിനെ അവൻ ഇഷ്ടമായാൽ അവളെ അവൻ ആദരിക്കും, അവൻ തലയിൽ വെച്ച് നടക്കും, അവന്റെ കൊട്ടാരത്തിലെ രാജ്ഞിയാക്കും ആ പെണ്ണിനെ. ദീനി ബോധം ഉണ്ടെങ്കിൽ ഇല്ലേ, പ്രതീക്ഷിക്കേ വേണ്ട, മോൾ അവിടെ പോയിട്ട് കരയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നല്ല സൗന്ദര്യമുണ്ട്, നല്ല വണ്ടിയുണ്ട്, നല്ല കൊട്ടാരം പോലത്തെ പുരയുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കരച്ചിലും കണ്ണീരും മാത്രമേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇനി ആ പെണ്ണ് ഇവനെ ദേഷ്യം പിടിപ്പിച്ചു, ഈ മാപ്പിളിന് എന്തോ സ്വഭാവം കൊണ്ടോ വർത്താനം കൊണ്ടോ ദേഷ്യം പിടിച്ചാലും ലാ യദ്ലിമുഹ, ഇവൻ ആക്രമിക്കൂല, ആ പെണ്ണിനെ ഇവൻ ദുൽമ ചെയ്യൂല, ദ്രോഹിക്കൂല. കാരണം ഇവന് മതബോധമുണ്ട്, അള്ളാഹുവിനെ പേടിയുണ്ട്, ആ പെണ്ണിനിക്ക് സ്വന്തമായത് അള്ളാഹിനെ സാക്ഷിയാക്കിയിട്ടാണ് എന്നുള്ള ബോധമുണ്ടാവും. എന്റെ മോൾക്ക് അവിടെ സുരക്ഷിതത്വമുണ്ടാവും. അങ്ങനെ ആളാണെങ്കിൽ ഓന് കെട്ടിച്ചെടുത്തോളി. ഇതാണ് പുതിയാപ്പിളിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി പെൺകുട്ടിയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളുടെ ആൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൻ നിസാഇ ഖൈർ, ആരാണ് ഏറ്റവും നല്ല പെണ്ണ് എനിക്ക് കെട്ടാൻ? ദുനിയാവിൽ പലതും നോക്കുന്നുണ്ടാവും, നോക്കാൻ പാടില്ല എന്നല്ല, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നളറ ഇലൈഹ, ഒന്ന് അവളെ ഒന്ന് നോക്കിയാൽ മതി, ഭർത്താവിന് വലിയ ആശ്വാസം കിട്ടും, വലിയ സമാധാനം കിട്ടും. എങ്ങനെ? അവൾ സാലിഹത്തായിരിക്കും, അവളുടെ കോലം, അവരുടെ ചിട്ട അടക്കം, അവരുടെ ദീന്, അവരുടെ സ്വഭാവം, അവരുടെ വൃത്തി, വീടിന്റെ വൃത്തി, മക്കളുടെ തർബിയത്ത്, ഇതെല്ലാം കാണുമ്പം ഇവന് സമാധാനം ഉണ്ടാവും. ഇവൻ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. പോടാന്ന് പറയില്ല, പക്ഷെ ഇപ്പോഴത്തെ ഫാഷൻ പോടാന്ന് പറയല. ഇപ്പോഴത്തെ ചങ്ങാതിമാരെ പിന്നെ ഫാഷൻ എന്ന് പറഞ്ഞാൽ മാപ്പിളിനെ പട്ടി, പുതിയ പെണ്ണിനെ പട്ടിച്ചി എന്ന് വിളിക്കലാണ് ഇപ്പോഴത്തെ ഫാഷൻ. അതൊരു ഇസ്സത്ത് പോലെ. മാപ്പിള എന്തെങ്കിലും പറഞ്ഞാൽ മതി, അനുസരിച്ചിരിക്കും. ഏതുവരെന്നറിയോ? ഫഖീഹിന്റെ ഉലമാക്കൾ പറഞ്ഞു, പെണ്ണിന്റെ ഉപ്പ മരിച്ചു, ഭാര്യന്റെ ഉപ്പ മരിച്ചു. ഭാര്യ ഫോൺ ചെയ്യും മാപ്പിളക്ക്, എന്റെ ഉപ്പ മരണപ്പെട്ടു, ഞാനൊന്ന് പോയിക്കോട്ടെ, അയാൾ എന്തോ തിരക്കിലായിരുന്നു, വേണ്ട ഇപ്പം പോണ്ട. അവൾക്ക് പോകൽ ഹറാം, അവൾക്ക് പോവൽ ഹറാം. കാരണം ഭർത്താവ് പറഞ്ഞത് അനുസരിച്ചേ പറ്റുള്ളൂ. തുതിഉഹു ഇദാ അമർ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി ബിമാ യക്റഹ്, അയാൾക്ക് വെറുപ്പുണ്ടാകുന്ന തരത്തിൽ അവളുടെ ശരീരമോ അയാളുടെ സമ്പത്തോ ഇവള് കൈകാര്യം ചെയ്യൂല. അവളെ ശരീരം അവളെ സംരക്ഷിക്കും. അന്യന് ഇവളുടെ ശരീരം ഒരു പൊടി കാണിച്ചു കൊടുക്കൂല. അങ്ങനത്തെ പെണ്ണ് കിട്ടും നോക്ക്, അങ്ങനത്തെ പെൺകുട്ടികളുണ്ടോ നോക്ക്. ശരീരം മുഴുവനും മറച്ച്, മുഖവും മറച്ച്, കൈയും മറച്ച്, ഞാൻ എനിക്ക് മഹ്ർ തന്ന ഭർത്താവിന് അവകാശപ്പെട്ടവളാണ്, ലോകർക്കുള്ളതല്ല എന്ന നല്ല ബോധത്തോടെ ജീവിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്നത്തെ മിമ്പറിന്റെ മുകളിൽ ഖുതുബ ചെയ്യുന്ന ഖതീബന്മാരുടെ അവസ്ഥ എന്താണെന്നറിയോ? ശരീരമാസകലം മറച്ച്, മുഖവും മറച്ച് ജീവിക്കുന്ന ചാരിത്രബോധമുള്ള പരിശുദ്ധയെപ്പോലെയുള്ള പെണ്ണിനെ പൂട്ടും കുട്ടിക്ക് തുണിയിട്ടിയ പോലെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഇമാമുകൾ. പുതിയ കാലത്ത് ജീവിക്കുമ്പോ അങ്ങനെ ചിന്തിക്കണ്ടേ എന്ന് മിമ്പറിന്റെ മുകളിൽ പ്രസംഗിക്കുന്ന ഖതീബുമാർ ഇന്നത്തെ കോലം. പിന്നെ എങ്ങനെ സാധാരണക്കാരൻ നന്നാവുക? ഏറ്റവും നല്ല പെണ്ണ്, എന്റെ ഭർത്താവ് അനുഭവിക്കേണ്ട എന്റെ ശരീരം അന്യന്റെ കാഴ്ചക്ക് പോലും കൊടുക്കാൻ പറ്റൂല എന്ന് വാശി പിടിക്കുന്നോളാണ്. അങ്ങനെ പർദ്ദയിട്ട് പുറത്തു പോകുമ്പോൾ പർദ്ദ, വീടി പോകുമ്പോൾ പർദ്ദ, മുഖം മറക്കുന്നു. അതേപോലെ മഹറമല്ലാത്തൊരു അജ്നബി വീട്ടുകാരനാണെങ്കിലും ഒലെ മുമ്പ് പോകുന്നില്ല. അവൾ ഏറ്റവും നല്ല മോളാണ്, അവള് മുത്തുപോലത്തെ മോളാണ്. റാഞ്ചെടുത്ത് കെട്ടിക്കൊള്ളും അങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ. അങ്ങനെയാ പെണ്ണാവേണ്ടത്. അല്ലാണ്ട് ഇത് എല്ലാവർക്കും നോക്കാം, എല്ലാവർക്കും കാണാം, എല്ലാവർക്കും തോണ്ടാം. ഇത് ചാരിത്രശുദ്ധിയുള്ള പെണ്ണല്ല. മറിയം
ജിബ്രീൽ വന്നു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈസന്റെ റൂഹുദാൻ അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്താ അറിയോ? അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ മാറി നിൽക്കങ്ങോട്ട്, നീ അജ്നബിയല്ലേ, ഞാൻ നിനക്കൊരു അന്യ പെണ്ണല്ലേ, നീ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ? അപ്പോഴാ ജിബ്രീൽ പറഞ്ഞത്, അറിയാം ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല, ഞാൻ ജിബ്രീലാണ്, എന്നെ അള്ളാഹു അയച്ചതാണ്. ആയത്തിന്റെ തഫ്സീർ ഉലമാക്കൾ എഴുതി, പെൺകുട്ടി അങ്ങനെയാവണം. അങ്ങനെ ഇന്ന് അങ്ങനെയാ വളർത്തുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പുതിയാപ്പിളുടെയും പുതിയ പെണ്ണിന്റെയും രണ്ട് സ്വഭാവങ്ങൾ ഓർമ്മയിൽപ്പെടുത്തിയെന്ന് മാത്രം. കാരണം നിക്കാഹിൽ ആദ്യം പരിഗണിക്കേണ്ടത് ഇണകളുടെ ദീനാണ്. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദീൻ പരിഗണിച്ച് കണിശതയോടെ നടക്കുന്ന വിവാഹമാണെങ്കിൽ ഒരിക്കലും ആ വിവാഹത്തിന് കൂടുതൽ പ്രസംഗിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഒന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ നിരക്കാത്ത സംഗതികളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഇസ്റാഫ്, അമിതവ്യയം. പൈസ ഉണ്ടാവും, പക്ഷെ ഓരോന്നിനും ഒരു കണക്കുണ്ട്. രണ്ട് വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ അമിതം കാണിക്കല്ല. ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നീ അങ്ങ് എടുത്തിടല്ല. കാരണം അള്ളാഹുവിന് ഇസ്റാഫ് കാണിക്കുന്നവനെ ഇഷ്ടമല്ല. അത് പുതിയാപ്പിളിനെയും പുതിയന്റെയും വസ്ത്രത്തിന്റെ വിഷയത്തിലാണെങ്കിലും, കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഹാള് തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലാണെങ്കിലും, അതിന്റെ ഡെക്കറേഷൻസിലാണെങ്കിലും, ഭക്ഷണത്തിൻ്റെയിലാണെങ്കിലും, ബാക്കി എന്ത് പരിപാടിയിലാണെങ്കിലും ഇസ്റാഫ് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിച്ചോളി. ആർക്കാ അറിയാം ഇസ്റാഫ് ആയോ ഇല്ലേ എന്ന്? അവനവനറിയാം. എനിക്ക് അല്ലാഹു തന്നെ എനിക്കേ അറിയുള്ളൂ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കേ അറിയുള്ളൂ. ഞാൻ എത്ര ചെലവാക്കുന്നുണ്ട്, പരിധിക്കപ്പുറത്ത് പോയോ എന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. വലാ തുസ്രിഫു, ഇസ്റാഫാക്കണ്ട. ഇതെല്ലാം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പേരിനാണ്, പെരുമക്കാണ്. ഒന്നുകിൽ ഞാൻ മരിക്കും വരെ, ഇല്ലെങ്കിൽ നമ്മൾ ആരെ കാണിച്ചോ അവര് മരിക്കുന്നവരെ, ഇല്ലെങ്കിൽ നമ്മളെ ഈ തലമുറ ജീവിച്ചിരിക്കുന്നവരെ. അത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. പക്ഷെ ഇസ്റാഫിൻ്റെത് അവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് മറക്കൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കണിശമായി പറഞ്ഞത്, വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. അമിതം കാണിക്കല്ലേ. കാരണം അങ്ങനെ ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ കൂടപ്പുറപ്പുകളാണ്. വളരെ ശ്രദ്ധിക്കണം. മിമ്പറിന്റെ മുകളിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്താ ഇസ്റാഫ്, എന്താ ഇനി നടക്കുന്നത് കൃത്യമായിട്ടറിയാം. ഇസ്റാഫ്. രണ്ടാമത്തെ കാര്യം ഇഖ്തിലാത്ത്, ആണും പെണ്ണും കൂടിക്കലരുക. ദീനുൽ ഇസ്ലാം ഒരു കാരണവശാലും സമ്മതിക്കൂല. അന്യൻ തന്നെ എവിടെയാണെങ്കിലും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ പറ്റി അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. നമുക്കൊരു ധാരണയുണ്ട്, അങ്ങനെയൊന്നും തോന്നൂല, ഹാളല്ലേ, അവിടെ നിന്ന് ആരെന്ത് തോന്നാൻ, എന്ത് ചെയ്യാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ദീനിന്റെ അങ്ങേയറ്റം, തഖ്വയുടെ അങ്ങേയറ്റം. നാളെ സ്വർഗത്തിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. അവരെ പറ്റി അള്ളാഹു പറയാൻ, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായ നിങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറയുടെ ഇപ്പുറത്ത് നിന്നിട്ടേ ചോദിക്കാൻ പാടുള്ളൂ, നേർക്ക് നേരെ നോക്കാൻ പാടില്ല. ഉമ്മയോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയോട് ആർക്കെന്ത് തോന്നാനാണ്? പക്ഷെ ചോദിക്കാനുണ്ടെങ്കിൽ നേർക്ക് നേരെ ആയിക്കൂടാ, മറന്റെ ഇപ്പുറത്തെ ആകുമ്പോൾ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടി കഴിഞ്ഞ് അവിടെ ഇരിക്കും, എണീക്കൂല. അതിന്റെ ഉമ്മു സലമ പറയാണ്, അതെന്തിനാന്നറിയോ? പിറകിലുള്ള പെണ്ണുങ്ങൾ പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ. അപ്പൊ പള്ളിയിൽ പെണ്ണുങ്ങളും ഉണ്ട്, ബാക്കിലുള്ള സ്ത്രീകള് പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ. കാരണം റസൂലുള്ള എഴുന്നേറ്റാൽ സഹാബാക്കളെല്ലാം എഴുന്നേക്കും. അപ്പൊ ആണും പെണ്ണും എല്ലാം മിക്സ് ആവും. പള്ളിയിലുള്ളില് എന്താവാനാ? അതും സഹാബാക്കള് ആരാരെ നോക്കാനാ, ആരാരെ തൊടാനാ? ഒന്നുമില്ല. എന്നിട്ട് പള്ളിക്കുള്ളിൽ വെച്ച് പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൂക്ഷിച്ചുവെങ്കിൽ പള്ളിക്ക് പുറത്ത് ശൈത്താന്റെ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും എത്രത്തോളം ശ്രദ്ധിക്കണം. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിക്കാഹ് പുണ്യമുള്ള സംഗതിയാണ്, ഒരു ഇബാദത്താണ്. അതിൽ ഇപ്പറഞ്ഞ സംഗതികൾ കടന്നുകൂടാ. വിവാഹം നിശ്ചയിക്കുന്ന സമയം മുതൽ, ഇണകളെ സെലക്ട് ചെയ്യുന്ന കാര്യം മുതൽ, അതെവിടെ നടക്കണം, എങ്ങനെ നടക്കണം, എല്ലാത്തിലും ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്, അത് പാലിച്ചിരിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും ബർക്കത്തുള്ള നിക്കാഹ്,
ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ്, ഏറ്റവും ചെലവ് ചുരുങ്ങിയ നിക്കാഹ് ഏതാണോ ആ നിക്കാഹാണ്. എന്നാൽ ആളുകളെ കൊണ്ട് ഏറ്റവും നല്ല പറയിപ്പിക്കാൻ ഏറ്റവും ചെലവാക്കിയ നിക്കാഹ്, അതിന്റെ ആവശ്യം നമുക്കില്ല. കാരണം ഞാനും നിങ്ങളും ഒക്കെ ഈ ദീനം കൊണ്ട് നാളെ ആഖിറത്തിലേക്ക് യാത്രയാവുന്നവരാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക. അവന്റെ പരിശുദ്ധമായ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതിയുണ്ട്. ആഖിറത്തിലേക്ക് ഒരുപാട് ഉണ്ടാക്കിക്കൂടെ? ദുനിയാവ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കും, അത് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രായമാവുമ്പം ബോധം വരുമ്പം അതിന്റെ ബാക്കിൽ ഓടാൻ തുടങ്ങും, തെറ്റുമല്ല. ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അല്ലാഹു പറഞ്ഞതാണ്. നമ്മൾ സാധാരണ ദുനിയാവിൽ ഉണ്ടാക്കുന്നതിന്റെ കണക്കെടുക്കും. ചില ആളുകളെ ഉപദേശിക്കും, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ, വല്ല ബോധമുണ്ടോ, കിട്ടുന്നൊക്കെ അങ്ങനെ ചെലവാക്കി കളയലാണോ? അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ വലിയ ഫിക്റുണ്ട്, വലിയ ചർച്ചയുണ്ട്, വലിയ ഉപദേശങ്ങളുണ്ട്. ആഖിറത്തിന്റെ കാര്യത്തിൽ അതുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിക്കണം. കാരണം ദുനിയാവിൽ അത് എന്തായാലും ഇല്ലെങ്കിലും ജീവിതം അങ്ങ് കഴിഞ്ഞു പോകും, അതുറപ്പാണ്. അള്ളാഹു ഖദറാക്കിയ മുഖദ്ദറായ റിസ്ക് കിട്ടുക തന്നെ ചെയ്യും. ആഖിറം അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണ്. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ദുനിയാവിൽ എന്താണോ അധ്വാനിച്ചുണ്ടാക്കിയത് അത് മാത്രമേ ആഖിറത്തിൽ കാണുള്ളൂ. ആരുടേതും വേറെ ആർക്കും ഉപകാരപ്പെടൂല. എന്റെ ഉപ്പ ഉണ്ട്, ഉമ്മാക്കുണ്ട്, ഇല്ല. ഒരാളുടേത് പേരേണ്ടിയും വരൂല. അപ്പന എന്താണോ ചെയ്തത് അതുണ്ടാവും. അതുകൊണ്ട് നന്മയുടെ വഴി മുന്നിലെത്തിയാൽ ഏറ്റവും ആദ്യം ഞാൻ എന്ന തരത്തിൽ മത്സരബുദ്ധിയോടെ പരിശ്രമിക്കണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. ആരെപ്പോലെ എന്നറിയോ? ഉക്കാശയെപ്പോലെ, റളിയല്ലാഹു അൻഹു. ഉക്കാശയെപ്പോലെ ഒരു ദിവസം മദീന പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രസംഗിക്കുകയാണ്. ആ കൂട്ടത്തിലാ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ 70,000 പേരുണ്ട്, അവർക്ക് നാളെ ഹിസാബില്ല, വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഗ്രീൻ ചാനൽ, ഖബറിൽ എഴുന്നേറ്റ് വരുന്നു, മലക്കുകൾ കൂട്ടത്തോടെ വരുന്നു, ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു പ്രശ്നവും അവർക്കില്ല. 70,000 ആളുകൾ. സഹാബാക്കൾക്ക് രോമം എഴുന്നേറ്റ് വന്നു. കാരണം അവര് കൊതിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ്. ഉടനെ ഉക്കാശ റളിയല്ലാഹു എഴുന്നേറ്റു. യാ റസൂലല്ലാഹ്, എന്നെ ആ കൂട്ടത്തിൽ പെടുത്താനൊന്ന് ദുആ ചെയ്യണേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ ആ കൂട്ടത്തിലാണ്. വല്ലാഹ്, നാളെ ഉക്കാശ റളിയല്ലാഹു അൻഹു ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഖബറിൽ എഴുന്നേക്കും, നേരെ പോകും സ്വർഗത്തിലേക്ക്. ഇത് കേട്ടപ്പോൾ അടുത്തിരുന്ന സഹാബിക്ക് ആവേശമായി. കാരണം അള്ളാഹുവിന്റെ റസൂല പറയുന്ന ആ കൂട്ടത്തിൽ ചാടി എഴുന്നേറ്റു. യാ റസൂലല്ലാഹ്, എനിക്കും വേണ്ടിയും. സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസിന്റെ ചങ്ങായി ഉക്കാശ കൊണ്ടുപോയി. നിങ്ങൾക്ക് എന്താ ആദ്യം ചോദിച്ചൂടെ? അതാണ് മത്സരബുദ്ധി. നന്മയുടെ കാര്യത്തിൽ ഞാൻ ആദ്യം എന്ന നിലക്ക് പരിശ്രമിക്കാൻ പറ്റണം. അവിടെല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബൂബക്കറിനെ തോൽപ്പിക്കാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, പല നന്മയിലും. റസൂലുള്ളാഹി ചോദിക്കും, ഇന്ന് ആർക്കെങ്കിലും സുന്നത്ത് നോമ്പുണ്ടോ? അന യാ റസൂലല്ലാഹ്. ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചോ? അനാ യാ റസൂലല്ലാഹ്. ഇന്ന് ആരെങ്കിലും യതീമിന് ഭക്ഷണം കൊടുത്തോ? അനാ യാ റസൂലല്ലാഹ്. ഇന്ന് ആരെങ്കിലും മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തോ? അനാ യാ റസൂലല്ലാഹ്. എല്ലാത്തിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഉമർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ ആവശ്യാർത്ഥം സമ്പത്ത് സമാഹരിക്കാൻ പൈസ കൂട്ടാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എൻ്റെ നിസ്ഫുൽ മാല് കൊണ്ടേ, നമ്മൾ പലപ്പോഴും കേട്ട കഥയാണ്, പക്ഷെ നമ്മളിന്ന് നമ്മളെ പറ്റി ചിന്തിക്കണം. എൻ്റെ സ്വത്തിന്റെ പകുതി കൊണ്ടേ, എനിക്കും പറ്റൂല, നിങ്ങൾക്ക് ആർക്കും പറ്റൂല. അത് കൊടുക്കുക സ്വത്തിന്റെ പകുതി. അത് സഹാബിയ. അബൂബക്കർ സിദ്ദീഖും കൊണ്ടുവന്നു.
പള്ളിയിൽ എല്ലാവരും കൊണ്ടുവന്നു. ഞാനിങ്ങനെ നോക്കി, എന്താണ് എൻ്റെ ചങ്ങാതി അബൂബക്കർ കൊണ്ടുവന്നത്. ഇത്രയേ ഉള്ളൂ, കുറച്ച് വാള്, സ്വർണ്ണ നാണയം, ഒരു പരിച. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇന്നെങ്കിലും നന്മയിൽ ഞാൻ അബൂബക്കറിനെ തോൽപ്പിച്ചിരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു. നേരെ വന്നത് ഉമറിന്റെ അടുത്തേക്കാണ്. യാ ഉമർ, എന്തു കൊണ്ടുവന്നു എന്ന് ചോദിച്ചില്ല. എന്തു കൊണ്ടുവന്നു ചോദിച്ചാൽ പകുതി ഉണ്ടെന്ന് പറയാമല്ലോ. മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ. ഉമറേ, കുടുംബത്തിന് എന്താ ബാക്കി വെച്ചത്? യാ റസൂലല്ലാഹ്, നിസ്ഫ മാലി, എന്റെ സ്വത്തിന്റെ പകുതി ബാക്കി വെച്ചു, പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലത്. റസൂലുള്ളാഹി ദുആ ചെയ്തു. പിന്നെ ചെന്ന് അബൂബക്കർ സിദ്ദീഖ്, കാരണം അബൂബക്കറിനെ ആർക്കറിയാം? അള്ളാഹുവിന്റെ റസൂലിനെ അറിയാം. മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ. അബൂബക്കറെ, നീ എന്താ നിന്റെ കുടുംബത്തിന് വെച്ചത്? അബ്ഖൈതുല്ലാഹ വറസൂലഹ, അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും. യാ റസൂലല്ലാഹ്, ഉള്ളത് മൊത്തം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തോളി. നമ്മൾ പറഞ്ഞു, കഴിയില്ല, നന്മയിൽ അബൂബക്കറിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ വാതിൽ മുട്ടി തുറന്നു. റസൂലുള്ളാഹി ആദ്യം പോയി, പിന്നെ ആദം, പിന്നെ അങ്ങോട്ട് പോയി, ഉലുൽ അസ്മ പോയി, ഈസ നബിയും പോയി കഴിഞ്ഞ് ഏറ്റവും ആദ്യം പോവുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരാൾക്കും ആ ചാൻസ് കിട്ടൂല. അതെന്തുകൊണ്ടറിയോ? നന്മയിൽ മത്സര ബുദ്ധിയുള്ളതുകൊണ്ടാണ്. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രസംഗിക്കുന്നത് ഞാനടക്കം അങ്ങനെയാവണം. മടിക്കേരിക്കാരായ നിങ്ങൾ അൽഹംദുലില്ലാ പല സന്ദർഭങ്ങളിലും അത് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും വ്യക്തിപരമായിട്ടാണെങ്കിലും ചില ആളുകളുടെ പ്രശ്നമാണെങ്കിലും ഒക്കെ ഇപ്പോഴും ഒരു ചാൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവിടെ KR നഗറിൽ ഒരു പള്ളി പണിയാൻ ഏകദേശം 70-ലധികം ലക്ഷം കൊടുത്ത ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. അവർ രാവിലെ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവരവരുടെ ഭാര്യമാരുടെയും മറ്റും സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഒരു സ്ഥലം വാങ്ങി. അള്ളാഹു കബൂലാക്കട്ടെ. നാളെ സ്വർഗത്തിൽ വലിയൊരു വീട് അള്ളാഹു കൊടുക്കുന്നതിന് കാരണമാക്കട്ടെ. കാരണം സ്വർണ്ണം ഇന്നോ നാളെയോ പോവും. പക്ഷെ ആ പെൺകുട്ടികളും ആ ഭാര്യമാരും സഹോദരിമാരും ചെയ്തത് വലിയ ബുദ്ധിയാണ്. കാരണം ഇന്നോ നാളെയോ പോകേണ്ട സാധനമാണ്. പക്ഷെ ഒരിക്കലും പോവാത്ത ബാങ്കിൽ അവരങ്ങ് കൊടുത്തു. ഇനി ഇലാ യൗമിൽ ഖിയാമ ആ പള്ളിയിൽ ഒരുത്തം വന്നൊരു നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്താൽ ഒരു കുറവുമില്ലാണ്ട് ആ പെണ്ണിന്റെ ഖബറിലേക്ക് അങ്ങ് പോകും. ഖിയാമത്ത് നാള് വരെ മതി. പലിശയായിട്ട് നാളെ അള്ളാഹു കിതാബ് കൊടുക്കും. അപ്പോഴാ ഓൻ കാണുക, വായിക്കുമ്പോൾ പറയും, സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞ വാക്കാണിത്. ഓടിവാ നോക്കി, എന്റെ കിതാബിൽ എന്തൊക്കെ നന്മകളാ നോക്ക്, ഇതൊന്നും ഞാൻ ചെയ്തല്ല. അപ്പോഴായിരിക്കും മലക്കുകൾ പറയാ, നീ അന്നൊന്ന് കൊടുത്തില്ലേ, അതിന്റെ പലിശയ്ക്ക് തന്നതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി അവർക്കൊരു 15 ലക്ഷം രൂപ വേണം പള്ളി പണിയാൻ, സ്ഥലമായി പള്ളി പണിയാൻ. അവർ സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. അതന്നെ മുഅ്മിനീങ്ങളുടെ രീതി. മുവഹിദുകളുടെ മുമ്പിൽ കാര്യം വെക്കും. ഒരു മുസല്ലക്ക് 12,000 രൂപയാണ്. ഒരു മുസല്ലക്ക് 12,000 രൂപ. അതൊരു വലിയ പൈസ അല്ല ചിലർക്കെങ്കിലും. അതുകൊണ്ട് സാധിക്കുന്നവര് ഒരു മുസല്ല ഏറ്റെടുക്കുക. ഒരു മുസല്ല ഇപ്പൊ തന്നെ കൊടുക്കാനല്ല, പേരും നമ്പറും കൊടുത്തിട്ട് ഓഫർ ചെയ്യുക. എപ്പോഴാണോ കൈമ വരിക, ആദ്യം 5 കൊടുത്തു, പിന്നെ 5 കൊടുത്തു, പിന്നെ 2 കൊടുത്തു, ഖലാസ്. സാധിക്കും, ഉറപ്പാണ്. ശൈത്താൻ പറയും, അല്ലാഹു 12,000. അല്ലാഹു അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ. അള്ളാഹു പറഞ്ഞ വാക്കാണ്. ശൈത്താൻ വന്നിട്ട് പറയും, ദാരിദ്ര്യം അല്ലാഹ് അടപ്പുണ്ടേ, ഇവിടെ കൊടുക്കണ്ടേ, ആവശ്യമില്ലേ എന്ന് പറഞ്ഞ് ശൈത്താൻ നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. എങ്കിൽ അള്ളാഹുവോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വർഗവും അതിന്റെ നിഅമത്തുകളുമാണ്. ഒരു മുസല്ലക്ക് 12,000 രൂപ, പകുതി 6,000 രൂപ. അത് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരൊന്നും കുറവായിരിക്കും. പിന്നെ എത്രയാണോ കഴിയുക അതിനനുസരിച്ച് ചെയ്തോടെ. വന്നവരെ സന്തോഷിപ്പിച്ച് യാത്രയാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ സഹായിക്കുന്നിടത്തോളം അടിമയുടെ സഹായത്തിലുണ്ടാവും. ഒരു മുഅ്മിനിന്റെ മനസ്സിന് ആശ്വാസം നൽകുന്നതിനേക്കാളും വലിയ നന്മ വേറൊന്നില്ല. അതും ഒരു പള്ളിക്ക് വേണ്ടിയാകുമ്പോൾ തീർച്ച അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ്. കഴിയും പോലെ ചെയ്തോളി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. നന്മകളിൽ മുന്നേറാൻ
ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഖൈറിലും ബറക്കത്തിലും സംരക്ഷണത്തിലും ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ വ അമറക്കും ബിസ്സലാത്തി വസ്സലാമി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലു വസല്ലിമു اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.